ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ സ്കൂബ സംഘം ഈ ജലാശയത്തിൽ ഈ സംഭവം നടന്ന ഈ വലിയ സ്ഫോടനം നടന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഈ ജലാശയത്തിൽ ഈ കുളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്കൂബ സംഘം അല്പസമയം മുൻപാണ് ഇവരിവിടെ പരിശോധന നടത്തിയത്. മറ്റ് പരിശോധനകളൊക്കെ തന്നെ ഇന്നത്തെ പരിശോധനകൾ നിർത്തിയിട്ടുണ്ട്. നേരത്തെ ഈ പരിശോധന നിർത്താൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് വീണ്ടും ചില ശരീരഭാഗങ്ങൾ ലഭിച്ചു എന്നൊരു വിവരങ്ങൾ വരുന്നത്. തുടർന്ന് വീണ്ടും പരിശോധന നടത്താമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഈ വെളിച്ചക്കുറവ് വലിയ പ്രശ്നമാണ്. പരമാവധി ലൈറ്റുകളൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഏതെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിലേക്കുള്ള പരിശോധനയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പരിശോധന നിർത്തിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജലാശയങ്ങൾ, സമീപത്തെ കുളങ്ങളിലും മറ്റു കിണറുകളിലുമുള്ള പരിശോധന മാത്രമാണ്. ആരെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കവേ ആരെങ്കിലും വീണിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നിലവിൽ ലക്ഷ്യം. അത്തരം സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അത്തരം പരിശോധന നടത്തുന്നത്. നിലവിൽ സ്കൂബ സംഘം ഇതിനോട് സമീപത്തുള്ള ഒരു കുളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സമീപത്തുള്ള മറ്റ് കിണറുകളുമൊക്കെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സാറേ, ഇന്നത്തെ പരിശോധനയൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിശോധന ഇപ്പോൾ ഈ കുളത്തിൻ്റെ അകത്തെ പരിശോധനയുണ്ട്. ആ കുളത്തിൻ്റെ അകത്തെ പരിശോധന കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ പരിശോധന നമ്മൾ ഗാർഡ് ചെയ്ത് ക്രൈം സീൻ ഗാർഡ് ചെയ്തിട്ട് സൂക്ഷിക്കുകയാണ്. ബാക്കി നാളെ രാവിലെ ഇതിന്റെ നടപടികളുണ്ട്. വെളിച്ചക്കുറവ് വലിയ പ്രശ്നമുണ്ട് മറ്റ് സമീപ പ്രദേശങ്ങളിൽ തന്നെയല്ല. ഇതിന്റെ അകത്ത് നൈറ്റിൽ ഇപ്പോൾ ഇതിന്റെ അകത്ത് 100% സുരക്ഷിതമായിട്ട് നമുക്ക് അതിന്റെ അകത്ത് കയറി പരിശോധന നടത്തുന്നതിനുള്ള അവസാനം വീണ്ടും ചില മരുന്നുകളൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന്റെ അകത്ത് ഇപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് പരിശോധന വീണ്ടും പുനഃസ്ഥാപിക്കും. ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ 40 പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടാതെ ഒരു CI, ഒരു SI, ഒരു ACP ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഗാർഡ് ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ, അതാണ്, ഈ സ്ഥലം പൂർണ്ണമായും സീൽ ചെയ്തിട്ടുണ്ട്. രാത്രി മുഴുവൻ ഇവിടെ പോലീസുകാരുടെ സുരക്ഷ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ രാത്രി ഇനിയിപ്പോൾ ജലാശയങ്ങൾ മാത്രമാവും പരിശോധന കാണിക്കാമോ? ഇപ്പോൾ പരിശോധന നടത്തുന്ന നിൽക്കുന്ന ഈ ജലാശയവും ഈ സ്ഫോടനം നടന്ന സ്ഥലവും തമ്മിൽ എത്ര ദൂരമുണ്ട് ഒന്ന് കാണിക്കാമോ? ഈ സ്ഫോടനം നടന്ന സ്ഥലവും ഈ ജലാശയം തമ്മിൽ ഏകദേശം ഒരു 10 മീറ്റർ പോലും ഇല്ല. വളരെ ചുരുങ്ങിയ ചില വ്യത്യാസം മാത്രമാണ്. ഇപ്പോൾ ആ സമീപത്ത് ആ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന അതിന് തൊട്ടു പുറകിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ നമുക്ക് ഈ പോലീസുകാരുടെ കയർ കെട്ടി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ടു പുറകിലാണ് ഈ സംഭവം നടക്കുന്നത്, ഈ അപകടം നടക്കുന്നത്. അതിന് ചേർന്ന് തന്നെയുള്ള വളരെ മീറ്ററുകൾ മാത്രം, 4-5 മീറ്ററുകൾ മാത്രം ഇപ്പുറത്താണ് ഈ കുളമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ കുളത്തിൽ തന്നെ പരിശോധന നടത്തുന്നത്. ഒരുപക്ഷെ രക്ഷപ്പെട്ടോടുമ്പോൾ ആദ്യം ഈ ഭാഗത്തേക്ക് ഓടാനാണ് സാധ്യത. ഒരുപക്ഷെ ഈ പെട്ടെന്ന് പരിഭ്രാന്തിയിൽ ഇറങ്ങി ഓടുമ്പോൾ സമീപത്ത് കുളമുള്ള കാര്യം ഒരുപക്ഷെ ഓർക്കണമെന്നില്ല. വർഷങ്ങളായി ഇവിടെ തന്നെ ജോലിയെടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകളും. പക്ഷേ അവർക്ക് പെട്ടെന്ന് ഈ പരിഭ്രാന്തിയിൽ രക്ഷപ്പെട്ടോടാനുള്ള ഈ വ്യഗ്രതയിൽ അവർ ഓടുമ്പോൾ ഒരുപക്ഷെ കുളം ഇവിടെ ഉള്ള കാര്യം അവർ ഓർക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ പരിശോധന നടത്തുന്ന കാര്യം പോലീസ് തീരുമാനിച്ചത്. വളരെ ദൂരം കുറവാണ്, ഒരു 5 മീറ്ററിനകത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയുടെ അവസാന സമയത്ത് നേരത്തെ ഈ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടന്നപ്പോഴാണ് അവസാന നിമിഷം മരുന്ന് വീണ്ടും ചില ഭാഗങ്ങളിൽ ഈ മരുന്ന് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടെയാണ് ഇന്നത്തെ പരിശോധന പൂർണ്ണമായി അവസാനിച്ച് അവിടെ നിന്നും പൂർണ്ണമായും ആളുകളെ മാറ്റാമെന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. നാളെ രാവിലെ ഇനി വീണ്ടും പരിശോധന തുടങ്ങിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വമേധയാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. കേസിൽ ആരെയും പ്രതികളാക്കിയിട്ടില്ല. ഫയർ ഒക്കുറൻസ് എന്ന് കാണിച്ചാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇവിടെ സ്ഥലം സീൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ ശേഷവും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ച് തീകെടുത്താൻ ശ്രമിക്കുമ്പോൾ ആളിപ്പാടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സമയത്തൊക്കെ മണ്ണിട്ടുകൂടി മൂടുന്നൊരു നടപടിയിലേക്ക് ഇവിടെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ കടന്നിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജലാശയത്തിൽ സ്കൂബ സംഘം പരിശോധന നടത്തുകയാണ്. നിലവിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെ മുഴുവൻ പരിശോധനയും താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവിടെ മുഴുവൻ കോർഡൺ ചെയ്തിരിക്കുന്നു. അവിടെ 40 പോലീസുകാരുടെ സുരക്ഷയിലായിരിക്കും ഇനി ആ പ്രദേശം. നാളെ മാത്രമേ ഇനി തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ ആരും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. നമ്മുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ആദ്യം റിപ്പോർട്ടർ വാർത്താ സംഘം പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ആരും ജീവനോടെ അവശേഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി. ഇനി ബാക്കിയെങ്കിലും നാളെ ഒരു തിരച്ചിൽ കൂടി നടത്തും. നാളെ രാവിലെ മാത്രമേ നടത്തുകയുള്ളൂ. ഈ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ വീണ്ടും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് രക്ഷാപ്രവർത്തനത്തെ ബുദ്ധിമുട്ടിലാക്കി. ആദ്യത്തെ 1.5 മണിക്കൂർ സമയം ഒരു കൂട്ടപ്പൊരിച്ചിൽ പോലെ ഈ അമിട്ടുകളും ഈ കുഴിമിന്നലുകളുമെല്ലാം ഒരുമിച്ച് പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. രക്ഷാപ്രവർത്തകർ പൂർണ്ണമായും നിസ്സഹായരായി തീർന്ന നിമിഷങ്ങളായിരുന്നു അത്. ആർക്കും തന്നെ അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മീറ്ററുകൾ ദൂരേക്കാണ് അവരുടെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ചു വീണത്. അത് പെറുക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. നമുക്ക് ആശുപത്രിയിലേക്കൊന്ന് പോകണം. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി സോണൽ കൃഷ്ണ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഒപ്പം കൂടുതൽ വിവരങ്ങളുണ്ട്, കൂടുതൽ പ്രതികരണങ്ങളുണ്ട്, ദൃക്സാക്ഷി വിവരങ്ങളുണ്ട്.
കേരളം നടുങ്ങിയ മറ്റൊരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ്. 5.5 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് തൃശ്ശൂരും കേരളവും മുക്തമായിട്ടില്ല.